സദൃശ്യവാക്യങ്ങൾ അധ്യായം 19. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വക്രമാർഗത്തിലൂടെ ചരിക്കുന്ന ധനവാനേക്കാൾ താഴ്മയോടെ നടക്കുന്ന ദരിദ്രനാണ് ഉത്തമൻ. തന്നെ അറിയാത്തവന് ഒരു കാര്യം നല്ലതല്ല. ധൃതി കൂട്ടുന്നവന് വഴി തെറ്റുന്നു. ഒരുവന്റെ ഭോഷത്വം അവന്റെ വഴികൾ വക്രമാക്കുന്നു. ദൈവത്തിനെതിരായി സ്വമനസ്സിൽ അവൻ അലറുന്നു. സമ്പത്ത് അനേകം സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. ദരിദ്രനെയോ സ്നേഹിത ഗണത്തിൽ നിന്ന് അകറ്റി മാറ്റുന്നു. കള്ളസാക്ഷിക്ക് ഒരിക്കലും നീതീകരണം ഉണ്ടാകുകയില്ല. വ്യാജം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല. വലിയവന്റെ മുമ്പിൽ പരിചരിപ്പാനും ദുഷ്ടന്മാർക്ക് സമ്മാനം കൊടുപ്പാനും അനേകരുണ്ട്. സ്വന്തം സഹോദരന്മാർ പോലും ദരിദ്രനെ വെറുക്കുന്നു. അവന്റെ സുഹൃത്തുക്കൾ അവനിൽ നിന്നകന്നു പോകുന്നു. തൻ്റെ വാക്കിൽ വ്യതിയാനം വരുത്തുന്നവൻ സത്യവാനല്ല. വിജ്ഞാനം സമ്പാദിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. വിശ്വാസം കാത്തു പാലിക്കുന്നവൻ നന്മ കണ്ടെത്തും. കള്ളസാക്ഷിക്ക് മാപ്പോ കിട്ടുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. ഭോഷൻ സുഖജീവിതം അർഹിക്കുന്നില്ല. പ്രഭുക്കന്മാരുടെ മേൽ വാഴുന്നത് അടിമയ്ക്കും യുക്തമല്ല. ദീർഘക്ഷമയാണ് മനുഷ്യന്റെ വിവേകം. അവന്റെ മഹത്വം അനീതിയെ തുടച്ചു മാറ്റും. രാജകോപം സിംഹതുല്യമാണലറുന്നത്. അവന്റെ പ്രീതി എന്നത് പുൽക്കുടിമേലുള്ള ഹിമകണം പോലെയത്രേ. ഭോഷനായ മകൻ പിതാവിന് ലജ്ജ വരുത്തുന്നു. ഭാര്യയുടെ ചിന്ത ഇറ്റിറ്റ് വീഴുന്ന പോലെയത്രേ. ഭവനവും സമ്പത്തും പിതൃ അവകാശമായി കിട്ടുന്നു. പുരുഷന് സ്ത്രീ വിവാഹം നിശ്ചയം ചെയ്യപ്പെടുന്നത് കർത്താവിനാലാകുന്നു. മയക്കം ഉറക്കം നൽകുന്നു. അഹങ്കാരമുള്ളവൻ പട്ടിണി കിടക്കും. കൽപ്പന പാലിക്കുന്നവൻ ജീവനെക്കുറിച്ചും സൂക്ഷ്മതയുള്ളവനാകുന്നു. ദൈവ വഴികളെ നിന്ദിക്കുന്നവൻ നിഹതനാകും. കർത്താവിനെ അനുഗമിക്കുന്നവന് ദരിദ്രരോട് കനിവുണ്ടായിരിക്കും. അവന്റെ പ്രവൃത്തിക്കനുസരണമായി അവന് പ്രതിഫലം കിട്ടും. നന്നാകുമെന്ന പ്രതീക്ഷയുള്ള സമയത്ത് നിന്റെ മകനെ നീ ഉപദേശിച്ച് ശിക്ഷിച്ച് വളർത്തുക. അവന്റെ അവമാനത്തിന് നീ കാരണമായി തീരരുത്. കോപഭ്രാന്തനായവൻ ശിക്ഷയേൽക്കും. നീ അവനെ രക്ഷിച്ചാലും വീണ്ടും ആവർത്തിക്കും. ആലോചന ശ്രദ്ധിച്ചു കേൾക്കുക, ശിക്ഷണം അംഗീകരിക്കുക. അങ്ങനെയായാൽ നിന്റെ മാർഗങ്ങളിൽ നീ വിജ്ഞാനിയായിരിക്കും. മനുഷ്യ മനസ്സിലെ ചിന്തകൾ അനവധിയാണ്, എന്നാൽ നടപ്പിലാകുന്നത് ദൈവത്തിൻ്റെ ആലോചനയത്രേ. ദൈവത്തിൻ്റെ കൃപയായിരിക്കണം മനുഷ്യന്റെ കാമ്യവസ്തു. വ്യാജം ചെയ്യുന്ന ധനികനേക്കാൾ ഉത്തമൻ ഒരു ദരിദ്രനാണ്. ദൈവഭക്തിയാണ് ജീവനിലേക്ക് നയിക്കുന്നത്. അതിനാൽ സംതൃപ്തനായവൻ സുഖമായി കിടന്നുറങ്ങും. അവൻ തിന്മ വിചാരിക്കുകയില്ല. മടിയിൽ കൈയും മറച്ചു വച്ചിരിക്കുന്ന മടിയന്റെ വായിലേക്കും ആ കൈ അടുക്കുകയില്ല. ദുഷ്ടൻ ചമ്മട്ടിയടിച്ചേൽക്കുമ്പോൾ വിജ്ഞാനി കരുതലോടിരിക്കും. നീ ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ വിവേകം നേടും. പിതാവിനെ കൊള്ളയിടുകയും മാതാവിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവമാനവും ചെയ്യുന്ന മകൻ അവമാനവും അധിക്ഷേപവും വരുത്തുന്നവനാകുന്നു. നിൽക്കൂ എൻ്റെ മകനെ, പ്രബോധനം കേൾക്കാം. പരിജ്ഞാന വചനങ്ങൾ നീ മറന്നു പോകരുത്. അധർമ്മിയായ സാക്ഷി വിധിയെ കഠിനമാക്കുന്നു. അനീതിക്കാരൻ്റെ വായ് നീതിയെ മുക്കിക്കളയുന്നു.
വിധി കഠിനമാക്കുന്നവർക്ക് വേദനകളും ഭോഷത്വമുള്ള ജനത്തിന് പ്രഹരവും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോ